ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഭവം, ജീവിതത്തിൽ വഴിത്തിരിവും അടിസ്ഥാനപരമായ മാറ്റവും ഉണ്ടാക്കിയ ഒരു സംഭവ വികാസം. അതേതാണ്? ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ വലുതും ചെറുതുമായ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുന്നു. താൽക്കാലികമോ ദൂരവ്യാപകമായ ഫലങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും കാരണമായി തീർന്നുകൊണ്ട് ആത്മനിഷ്ഠമായ അവിവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയുണ്ടാക്കിയ ആഘാത പ്രത്യാഘാതങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ലതെന്നോ ചീത്തയെന്നോ പരാമർശിക്കപ്പെടാവുന്ന സംഭവങ്ങൾ. അവ ഭൗതിക ജീവിതത്തിലും പരിതാവസ്ഥയിലും മനുഷ്യൻ്റെ ആഭ്യന്തര ബാഹ്യ സാഹചര്യങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന ക്ഷണികവും അല്ലാത്തതുമായ മാറ്റങ്ങൾ, മാനസികവും സ്വഭാവപരവുമായ ചര്യകളിലും ജൈവഘടകങ്ങളിലും അവയേൽപ്പിക്കുന്ന മാരക പ്രഹരങ്ങൾ നൽകുന്ന സന്തുഷ്ടാഭിഷ്ടങ്ങൾ. ഈ സംഭവങ്ങൾക്കുള്ളിൽ തന്നെ വേറെയും ഘടകങ്ങളോ ഉപഘടകങ്ങളോ ഉണ്ടായെന്ന് വരാം. അതിനു കാരണമായ പ്രകൃതി ശക്തികളോ സമൂഹമോ വ്യക്തിയോ എന്നിങ്ങനെ, വ്യക്തിയാണെങ്കിൽ ആണോ പെണ്ണോ എന്നും, സാധാരണഗതിയിൽ ഒരാളുടെ സ്വഭാവഘടനയിലും വാസനകളിലും സമ്പ്രദായങ്ങളിലും ജീവിത വീക്ഷണത്തിലുമൊക്കെ സ്വാധീനം ചെലുത്തുന്നുവെങ്കിൽ, ആ മാതിരി ഒരു സംഭവം ഉണ്ടാകുന്നത് അഭിരുചികളും സ്വഭാവ പ്രത്യേകതകളുമൊക്കെ രൂപീകരിക്കപ്പെടുകയും വ്യക്തിത്വം ഉണ്ടായി തുടങ്ങുകയും ചെയ്യുന്ന യൗവനത്തിൻ്റെ പ്രാരംഭ പ്രഭാതങ്ങളിലെങ്ങയോ ആയിരിക്കണം. ഞാൻ മനസ്സിൽ തിരയുകയാണ്, ഓർമ്മകളിലൂടെ യൗവനത്തിൻ്റെ പ്രാചീന പ്രാന്തങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. പഴയ തിരുവനന്തപുരം, കറുത്ത നാട് പോലെയുള്ള മെയിൻ റോഡ്, തിരക്കൊട്ടുമില്ല. ഇടുങ്ങിയ ചുമന്ന പൂഴി നിറഞ്ഞ ഇടവഴികൾ, മാടൻ തറകളും അമ്മൻ കോവിലുകളും മുടുക്കുകളും നിറഞ്ഞ ചെറിയ പട്ടണം, മരങ്ങളും മാമലകളും കടലുകളും കായലുകളും നിറഞ്ഞ ഒരു ചെറിയ സൗന്ദര്യഭൂമി. ഇവിടുത്തെ ആ പഴയ കൊച്ചു വഴികളൊക്കെ ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാനാകുന്നു എന്നാണ് അത്ഭുതം. ആ ഇടുങ്ങിയ ഇടവഴികളിലൂടെ നടന്ന് ഞാൻ വെള്ളയമ്പലത്തെത്തുന്നു. വെളുത്തതോ അല്ലാത്തതോ ആയ ഒരമ്പലവും ഇല്ലാതിരുന്ന വെള്ളയമ്പലം. അവിടെ അന്ന് ഒരു ആൽമരച്ചുവട്ടിൽ കുങ്കുമം പുരട്ടി ചുമപ്പിച്ച് തെച്ചിമാലപ്പൂക്കളും ചാർത്തിച്ച് വെച്ചിരുന്ന യക്ഷിയമ്മൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അല്പം നീണ്ടിരുണ്ട ഒരു പാവം പാറക്കല്ല് മാത്രമേ അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരു പദാർത്ഥമായി ഉണ്ടായിരുന്നുള്ളൂ. വൃദ്ധയായ ഒരു സ്ത്രീ അതിനെ ശുശ്രൂഷിച്ചും പരിരക്ഷിച്ചും ചുറ്റി നടന്നിരുന്നു. ആരാധകർ വളരെ കുറച്ചു മാത്രം എന്നാണ് ഓർമ്മ. അതിനടുത്തു തന്നെയായി ഇന്നത്തെ പോലെ തന്നെയുള്ള അന്നത്തെയും വാട്ടർ വർക്ക്സ്. അവിടുത്തെ മനോഹരവും ലളിതവുമായിരുന്ന പാർക്ക്, അതിനകത്തെ പ്രശാന്തിയിൽ അരികുമരങ്ങളുടെ സമൃദ്ധ വിസ്തൃതമായ തണൽ ദ്വീപുകൾ, ആ നിഴൽ താവളങ്ങളിൽ കടന്നിരുന്ന സിമൻറ്റിൽ വാർത്ത സെറ്റികളും കസേരകളും, ആ കസേരകളിൽ ഒന്നിൽ വിസ്മയം ആകാംക്ഷയും ആഹ്ലാദവും നിറഞ്ഞ മുഖത്തോടെ മുന്നിലേക്ക് നോക്കിയിരിക്കുന്ന ആ മെലിഞ്ഞ 21-കാരൻ യുവാവിനെ ഞാൻ തിരിച്ചറിയുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം MA വിദ്യാർത്ഥിനി M. മോഹൻ. അവൻ്റെ മുന്നിലെ സിമൻറ്റ് സെറ്റിൽ ഒരു 18 വയസ്സുകാരി പെൺകുട്ടിയിരുന്നു. അതേ കോളേജിലെ ഓണേഴ്സ് ക്ലാസ്സിൽ 1-ാം വർഷ വിദ്യാർത്ഥിനി. അവളുടെ പേര് വേണ്ട, അത് പറയുന്നത് ശരിയല്ല. അവളെ അവൾ എന്ന് മാത്രം അറിയുക. അവളിരുന്ന സെറ്റിയുടെ പിന്നിൽ 10-20 അടി താഴ്ചയുള്ള മണൽപ്പരപ്പിൽ 4-5 വയസ്സുള്ള ഒരു കൊച്ചു സുന്ദരി പെൺകുട്ടിയും 6-7 വയസ്സുള്ള ഒരു മിടുക്കൻ ആൺകുട്ടിയും ഓടിക്കളിച്ച് രസിച്ചിരുന്നു. ആ മുതിർന്ന പെൺകുട്ടിയുടെ ഇളയ സഹോദരനും സഹോദരിയും അവരെ പാർക്കിൽ കളിക്കാൻ കൊണ്ടുവരാനും സുരക്ഷിതമായി തിരിച്ചു വീട്ടിലെത്തിക്കുവാനും വന്ന വ്യാജഭാവത്തിലായിരുന്നുവല്ലോ ചേച്ചിയുടെ നിത്യസഹായാന സഞ്ചാരങ്ങൾ. എതിർവശത്തെ ബെഞ്ചിലിരുന്ന ആ യുവാവ് അനുരാഗബന്ധമായ കണ്ണുകളോടെയായിരുന്നു ആ പെൺകുട്ടിയെ നോക്കിയിരുന്നത്. അനുരാഗത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. എങ്കിൽ അങ്ങനെ തന്നെ. എന്നിരുന്നാലും എനിക്ക് എൻ്റേതായ സംശയമുണ്ട്. 18 മുതൽ 21 വരെയുള്ള പ്രായത്തിൽ മാത്രം അറിയുന്ന ഒരുവളെ പെൺകുട്ടി എന്നല്ലാതെ സ്ത്രീ എന്നൊക്കെ വിവരിക്കാമോ? സ്ത്രീ എന്ന നിർവചനത്തിൽ അവൾ പെടുമോ? ആരംഭ യൗവനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എവിടെയോ എത്തിയിരുന്ന ഒരു യുവാവിനെ സ്വന്തം സൗന്ദര്യം കൊണ്ടും ജ്ഞാന വൈഭവം കൊണ്ടും സൗന്ദര്യശീലം കൊണ്ടും താൻ അറിയാതെ സ്വാധീനം ചെയ്തിരിക്കും